വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ സെക്കൻഡ് പ്ലേസുള്ള അവെഞ്ചേഴ്സ് എൻഡ് ഗെയിം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ബിഗ്ഗസ്റ്റ് ഇവന്റായി കാണപ്പെടുന്ന 4 മൂവീസിന്റെ പേര് അവെഞ്ചേഴ്സ്. ഇത്രയും വലിയ ബ്രാൻഡായ അവെഞ്ചേഴ്സിനെ ബേസ് ചെയ്ത് റിലീസ് ചെയ്ത ഗെയിം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഫ്ലോപ്പ് ആയത്? ഗെയിമിന്റെ റിലീസിന് മുമ്പ് തന്നെ ഹൈലി ആന്റിസിപ്പേറ്റഡ് ആയിട്ടുണ്ടായ വൺ ഓഫ് ദി ഗെയിം ആയിരുന്നു മാർവൽസ് അവെഞ്ചേഴ്സും. എല്ലാവർക്കും പരിചയമുള്ള മെയിൻ ക്യാരക്ടേഴ്സ്, അത്രക്കും മികച്ച ടൂം റൈഡർ ട്രിയോളജിയുടെ ഡെവലപ്പേഴ്സായ ക്രിസ്റ്റൽ ഡൈനാമിക് ഡെവലപ്പ് ചെയ്ത ഗെയിം ആയിരുന്നിട്ട് പോലും ഈ ഗെയിം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തോൽവിയായത്? സോ ദിസ് ഈസ് വിച്ചു ഫ്രം ഗെയിമിംഗ് അറ്റ് സ്റ്റൺസ് യൂട്യൂബ് ചാനൽ. ലെറ്റ്സ് ബിഗിൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. ഇതൊരു ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമാണ്. ആപ്പിന്റെ പേര് കോയിൻ സ്വിച്ച് ക്യൂബർ എന്നാണ്. ഇത് യൂസ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ആൻഡ്രോയിഡിനും iOS-നും അവൈലബിൾ ആണ്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം രജിസ്റ്റർ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്യുക. ഒരു 3 to 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. UPI, ഫോൺ പേ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. മിനിമം 100 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ട എമൗണ്ട്. ക്രിപ്റ്റോ കറൻസിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടും. ഓൾസോ നിങ്ങൾ റെഫർ ചെയ്യുന്നതിലൂടെ ആരെങ്കിലും ഈ ആപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ അവരിൽ നിന്ന് 50 രൂപ മൂല്യമുള്ള ബിറ്റ് കോയിന് നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാവുന്നതാണ്. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ക്രിപ്റ്റോ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യൂ. സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ ഇതുവരെ 3 ആക്ടേഴ്സാണ് സ്പൈഡർമാൻ ആയിട്ട് അഭിനയിച്ചത്. ബാറ്റ്മാൻ ആണെങ്കിൽ അതേപോലെ 3-ൽ കൂടുതൽ ആക്ടേഴ്സ് തന്നെയുണ്ട്. ഫാന്റാസ്റ്റിക് ഫോർ ഒരു പ്രാവശ്യം റീബൂട്ട് ചെയ്തു. നെക്സ്റ്റ് MCUലോട്ട് വരുമ്പോൾ സെയിം ആക്ടേഴ്സ് തന്നെയാണോ അല്ലെങ്കിൽ ആക്ടേഴ്സിനെ മാറ്റുന്നോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അവെഞ്ചേഴ്സിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ മാത്രം ഒരേ ആക്ടേഴ്സ് ആയി തന്നെയാണ് ഇതുവരെ കണ്ടത്. RDJ, ക്രിസ് ഇവാൻസ്, ക്രിസ് ഹെംസ്വർത്ത്, സ്കാലറ്റ് ജോഹാൻസൺ, ജെറമി റെന്നർ, മാർക്ക് റഫല്ലോ ഇവരൊക്കെ ആ ക്യാരക്ടേഴ്സിന് വേണ്ടി ജനിച്ചതുപോലെ അത്രക്കും മാച്ചിങ് ആയിട്ടാണ് മൂവിയിൽ കണ്ടത്. ഇനി ഈ റോൾസൊക്കെ വേറെ ആക്ടേഴ്സ് ചെയ്താലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇങ്ങനെയുള്ളപ്പം ഗെയിമിൽ അതേ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുമ്പം നമ്മളെല്ലാവരും അതേ ആക്ടേഴ്സിനെ തന്നെയാണ് ഗെയിമിലും കാണാൻ ആഗ്രഹിക്കുക. പക്ഷേ ഗെയിമിലും സെയിം ആക്ടേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഗെയിമിന്റെ ബഡ്ജറ്റ് നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ആവുമെന്ന് ഗെയിമിന്റെ ഡയറക്ടർ പറഞ്ഞതാണ്. റോബർട്ട് ഡൗണി ജൂനിയർ നിലവിൽ ഹോളിവുഡിലെ വൺ ഓഫ് ദ ഹൈലി പെയ്ഡ് ആക്ടറാണ്. സോ അവർ ഒരാൾ തന്നെ ഗെയിമിന്റെ പകുതി ബഡ്ജറ്റിൽ കൂടുതൽ സാലറി ചോദിക്കും. സോ ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാലും ആ ക്യാരക്ടറിന് മാച്ച് ആയിട്ടുള്ള പോലെ ആക്ടേഴ്സിനെ ഇവർക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ഇവർ അതും ചെയ്തിട്ടില്ല. ഗെയിം കളിക്കുമ്പോൾ നമ്മൾക്ക് കുറച്ചെങ്കിലും ഇത് ക്യാപ്റ്റൻ അമേരിക്കയാണ്, അയൺമാൻ ആണ് എന്ന ഫീൽ വരണം. പക്ഷെ അത് തീരെ കുറവായിരുന്നു. അതിന് വേറൊരു കാരണവുമുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം. ബ്ലാക്ക് വിഡോനെ കാണാൻ ബോയിനെ പോലെയാണ് ഉണ്ടായത്. ക്യാപ്റ്റൻ അമേരിക്ക അത്രക്കും ഫിറ്റ് ആയിട്ടുള്ള ബോഡിയുള്ള ക്യാരക്ടറാണ്. ബട്ട് അവരെ ഫാറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാണിച്ചത്. ഇങ്ങനെ പല കാര്യങ്ങളും ക്യാരക്ടർ ഡിസൈനിങ്ങിൽ ഇവർ തെറ്റായിട്ട് ചെയ്തിരുന്നു. അവെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ ക്യാരക്ടറും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും യൂണീക്ക് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ഗെയിമിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഏകദേശം സെയിം പവേഴ്സ് ആണ് കാണിച്ചത്. സെയിം പവേഴ്സ് എന്നല്ല, സെയിം ഗെയിം പ്ലേ ആണ് കാണിച്ചത്. ഓൾസോ അവെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിനിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ അല്ല ഈ ഗെയിമിൽ മെയിൻ റോളായിട്ട് കാണിച്ചത്. മറിച്ച് മിസ് മാർവൽ എന്ന പുതിയ ക്യാരക്ടറിനെയാണ് ഗെയിമിൽ മെയിൻ റോളായിട്ട് കൊണ്ടുവന്നത്. ഗെയിം കളിക്കുന്ന സമയം അത്രക്കും ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് പലർക്കും ഈ ക്യാരക്ടറിനെ തോന്നിയിരുന്നത്. നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരു ക്യാരക്ടറിനെ അവെഞ്ചേഴ്സിന്റെ ഗെയിമിൽ കൊണ്ടുവന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതും ഈ ഗെയിം പലർക്കും ഇഷ്ടപ്പെടാതെ ഇരിക്കാനുള്ള ഒരു കാരണമായി മാറിയിരുന്നു. ക്രിസ്റ്റൽ ഡൈനാമിക്സ് ടൂം റൈഡറിൽ ഉണ്ടായ പോലെ തന്നെ ഇതിലും ഫീമെയിൽ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ഗെയിം ഹിറ്റാക്കാൻ നോക്കിയതാണ്. ബട്ട് നൈസായിട്ട് അതൊന്ന് പാളിപ്പോയി. ഓൾസോ ഇതിന്റെ ഗെയിം കളിച്ചവർ പറയുന്ന കാര്യം ഇതിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഉള്ളത് എന്നാണ്. ഗെയിം ഫുള്ളായിട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടിറക്കും. അവിടെ 10-60 റോബോട്ട്സ് ഉണ്ടാവും. നമ്മൾ എല്ലാത്തിനെയും ഓരോ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്ത് അടിച്ച് നശിപ്പിക്കണം. ശരിക്കും ഈ ഗെയിമിന്റെ പേര് അവെഞ്ചേഴ്സ് എന്നല്ല, റോബോട്ട് ഫൈറ്റ് സിമുലേറ്റർ എന്നാണ് വേണ്ടത്. ഓൾസോ ഇതിലെ ഗെയിം പ്ലേയുടെ വേറൊരു പ്രധാന പ്രശ്നം, ഇത് കാണുമ്പം എക്സാക്റ്റ് ആയിട്ട് 3rd person ആൻഡ്രോയിഡ് ഗെയിംസിൽ വരുന്ന ഗെയിം പ്ലേ പോലെയാണ് ഉള്ളത്. ഓൾസോ 2012 to 2014 വരെ ഉണ്ടായ PC ഗെയിംസിലും ഏകദേശം ഇതേപോലെയുള്ള ഗെയിം പ്ലേ സ്റ്റൈലാണ് ഉണ്ടായത്. സ്റ്റോറി ലൈൻ അത്ര പ്രശ്നമില്ല, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ തന്നെയാണ് ഉണ്ടായത്. ഓൾസോ ഇതിലെ വില്ലനായ മോഡോക്കിനും അത്ര വലിയ റോളുമൊന്നുമില്ല. വേറെ ഏതെങ്കിലും വില്ലനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായേനെ. ഓൾസോ ഇതിൽ ടാസ്ക് മാസ്റ്റർ, അബോമിനേഷൻ ഒക്കെ സൈഡ് വില്ലൻസ് ആയിട്ട് വരുന്നുണ്ട്.
ഈ ഗെയിമിൻ്റെ ഫസ്റ്റ് ട്രെയിലർ വന്നപ്പോൾ E3-19 ആണെന്ന് തോന്നുന്നു, ശരിക്കും ഓർമ്മയില്ല. ആ സമയം ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോയിൽ തന്നെ പറഞ്ഞൊരു കാര്യം PlayStation 3യുടെ ഗ്രാഫിക്സ് പോലെയാണ് ഈ ഗെയിമിലെ ഗ്രാഫിക്സ് ഉള്ളതെന്നാണ്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ പല പ്ലേയേഴ്സും റിപ്പോർട്ട് ചെയ്തിരുന്നത്. 2020 ഈ ഗെയിം ഇറങ്ങുന്ന സമയം റിലീസായ മറ്റു ഗെയിംസിൻ്റെ കൂടെയൊന്ന് ഇത് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിലെ ഗ്രാഫിക്സ് അത്രക്കും പിന്നിലാണുള്ളത്. പിന്നെ സൈബർ പങ്കിൽ ഉണ്ടായ പോലെ തന്നെ ഇതിലും കുറേ ബഗ്സും ഉണ്ട്. We know they're heavily armed. And they love to hear themselves talk. അപ്പൊ ഇന്ന് മുതല് നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്തിരുന്നു കൊടുകായി അത് വേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ റിപ്പീറ്റേറ്റീവ് ഗെയിം പ്ലേ കാരണം ഇത് ഫുൾ ആൻഡ് ഫുൾ ഗ്രൈൻഡിങ്ങിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫോർട്ട്നൈറ്റ് പബ്ജിയിലൊക്കെ ഗ്രൈൻഡിങ് പ്രശ്നമല്ല, ബട്ട് ഇങ്ങനെ ഒരു സ്റ്റോറിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഗെയിമിൽ ഗ്രൈൻഡിങ് കൊണ്ടുവരുമ്പം അതെങ്ങനെയും ആൾക്കാരെ വേഗം തന്നെ ബോറടിപ്പിക്കും. വിച്ചറിലൊക്കെ ഗ്രൈൻഡിങ് ഉണ്ട്, പക്ഷേ ആ ഗ്രൈൻഡിങ് നമ്മൾ എൻജോയ് ചെയ്താണ് വിച്ചറിലൊക്കെ ചെയ്യുക. നമ്മൾക്കത് ഗ്രൈൻഡിങ് ആണെന്ന ഫീല് തന്നെ ചില സമയം തരാറില്ല. അത്രക്കും എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് വിച്ചറിൽ പല കാര്യങ്ങളും ഉണ്ടാവുക. അതേ കാര്യം വിച്ചറിൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി അസാസിൻസ് ക്രീഡ് ചെയ്തപ്പം അത് നൈസായിട്ട് പാളിപ്പോയി. അസാസിൻസ് ക്രീഡ് റവന്യൂ വൈസ് നല്ല രീതിയിൽ ഹിറ്റാണെങ്കിലും ഫാൻസ് ഇപ്പം ഈ ഫ്രാഞ്ചൈസ് വെറുക്കാൻ തുടങ്ങി. അതിനെ പ്രത്യേകിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇത്രയും കേട്ടതോടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഗെയിം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഫ്ലോപ്പ് ആയതെന്ന്. ഗെയിം എന്ന് പറയുമ്പം ഒരു ഗെയിമായിട്ട് കൊണ്ടുവരണം. പ്ലേയേഴ്സിന് ഇൻട്രസ്റ്റോടെ ഇരുന്ന് കളിക്കാൻ പറ്റണം. പ്ലേയേഴ്സിന് ഇഷ്ടമാവുന്ന രീതിയിൽ വേണം ഗെയിം ഡെവലപ്പ് ചെയ്യാൻ. അല്ലാതെ ഒരു പൈസ ഉണ്ടാക്കുന്ന മെഷീനായിട്ടല്ല വേണ്ടത്. ഗെയിം എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ആക്കാൻ വേണ്ടി DLC ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ വലിയ കാര്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊക്കെക്കാൾ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് മാർവലിൻ്റെ ജാവയിലുണ്ടായ ഗെയിംസാണ്. അതിലൊക്കെ സ്റ്റോറിയും നല്ലതാണ്, ഇതുപോലെ പൈസ ആർത്തി പിടിച്ചിറക്കിയ ഗെയിംസ് അല്ല. എന്നാലും ആ സ്പൈഡർമാൻ PS4 അല്ലാണ്ട് വേറെ നല്ല ഗെയിംസ്, മാർവലിൻ്റെ നല്ല ഗെയിംസ് PC-ക്ക് വരുന്നില്ല. നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഹിറ്റാക്കാൻ പറ്റിയ ഗെയിമായിരുന്നു. ഏതായാലും പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഈ ഗെയിം സ്റ്റീമിൽ നിന്ന് വാങ്ങി കളിച്ചവരുടെ തോട്ട്സ് ആൻഡ് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഫിറ്റ്കളിൽ ഡൗൺലോഡ് ആക്കിയവരൊന്നും പറയണ്ട. പൈസ കൊടുത്ത് വാങ്ങി ഈ ഗെയിം കളിച്ചവർക്ക് കൊടുത്ത പൈസക്ക് ഈ ഗെയിം വർത്തായിട്ടാണോ തോന്നിയതെന്ന് അറിയാൻ വേണ്ടിയാണ്. സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്നത് ഫ്രം ഗെയിമിംഗ് വിത്ത് ഫ്രണ്ട്സ്. Peace out.